ക്രൂശിത രൂപമടങ്ങുന്ന ഗാഗുൽത്ത. ഇനി നമുക്ക് ഇവിടുത്തെ ഈ ദേവാലയത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ വിശുദ്ധ അന്തോനീസിൻ്റെ തിരുസ്വരൂപമാണ്. കാനിരോട് പ്രദേശം വിശുദ്ധ ലൂസിയയുടെ നാമധേയത്തിലുള്ളൊരു ദേവാലയമായിരുന്നു സ്ഥാപിതമായിരുന്നത്. എന്നാൽ വിശുദ്ധ അന്തോനീസിനോടുള്ളൊരു ഭക്തി ഈ പ്രദേശത്തുള്ളവർക്ക് ഉണ്ടായിരുന്നു. വിശുദ്ധ ലൂസിയയുടെ നാമധേയത്തിൽ ഈ ദേവാലയം നിന്നിരുന്ന സമയത്ത് അവിടെ സേവനം ചെയ്തിരുന്ന ഒരു വൈദികന് ക്ഷയരോഗം ഉണ്ടായപ്പോൾ രോഗസൗഖ്യത്തിനായി വിശുദ്ധ അന്തോനീസിൻ്റെ മധ്യസ്ഥം തേടി. ലഭിച്ച അനുഗ്രഹത്തിന് നന്ദിയായി, ക്ഷയരോഗം മാറിയതിൻ്റെ നന്ദിയായി വിശുദ്ധ അന്തോനീസിൻ്റെ ഒരു രൂപം ഈ പ്രദേശത്തുകാർക്ക് ആ വൈദികൻ നേർന്നു. തൻ്റെ അതേ നീളത്തിൽ അതേ അളവിലും വിശുദ്ധ അന്തോനീസിൻ്റെ ഒരു രൂപം അദ്ദേഹം നിർമ്മിക്കുകയുണ്ടായി പോർച്ചുഗലിൽ. അത് ഗോവയിൽ കൊണ്ടുവരികയും അവിടെ ഒരു പെട്ടിയിൽ അടക്കം ചെയ്ത് കടലിലേക്ക് ഒഴുക്കി വിട്ടു. അത് കൊല്ലം തീരത്തേക്ക് അടിഞ്ഞ് കൊല്ലത്തുകാർ അതാണെങ്കിൽ ഏറ്റെടുക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അത് കാനിരൂട്ടിലുള്ളവർക്കുള്ള രൂപമാണ് എന്നൊരു നിയോഗാർത്ഥം, ആ ഒരു ദർശനാർത്ഥം അത് കാനിരൂട്ടിന് സ്വന്തമാവുകയായിരുന്നു ചെയ്തത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ തിരുസ്വരൂപത്തിൻ്റെ മുൻപിലാണ്. ഏറെ മനോഹരവും ഏറെ ഐശ്വര്യം തുളുമ്പുന്ന ഒരു രൂപമാണ് ഇത്. ഇവിടെ എല്ലാ വർഷവും വിശുദ്ധ അന്തോനീസിൻ്റെ തിരുനാൾ വലിയ നോമ്പ് തുടങ്ങുന്നതിന് മുൻപ്, അതായത് ശാരബുധൻ്റെ തലേ ഞായറാഴ്ചയാണ് ആഘോഷിക്കപ്പെടുന്നത്. അതിനു മുൻപത്തെ ഞായറാഴ്ചയാണ് ഈ തിരുനാളിന് കൊടിയേറുന്നത്. ഈ തിരുനാളിനെ ഇവിടെ ഉള്ളവരും ഈ പ്രദേശത്തുള്ള പഴമക്കാർ വിളിച്ചുകൊണ്ടിരുന്നത് കുംഭമാസ തിരുനാൾ എന്നായിരുന്നു. വിശുദ്ധ അന്തോനീസിന് ശക്തമായ മധ്യസ്ഥം തേടാൻ നാനാജാതി മതസ്ഥരും അനേകായിരങ്ങൾ ഈ മാസം ഇവിടെ എത്താറുണ്ട്. വളരെ മനോഹരവും വിസ്തൃതവുമായൊരു ദേവാലയമാണ് കാനിരോട് ദേവാലയം. ഇതിൻ്റെ മുകളിലത്തെ ഒരു വ്യൂ നോക്കിയാൽ ഒരു കുരിശാകൃതിയിലാണ് ഈ ദേവാലയം നിൽക്കുന്നത്. ഈ ദേവാലയത്തിന് കീഴിൽ അനേകം കുരിശുപള്ളികളുണ്ട്. അവിടെ ഓരോ വിശുദ്ധരുടെയും നാമധേയത്തിലാണ് അത് അറിയപ്പെടുന്നത്. ഈ ദേവാലയം ഇത്തിരി ഉള്ളിലോട്ടാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ചൊവ്വാഴ്ചയിലെ തിരുക്കർമ്മങ്ങളും വിശുദ്ധനോടുള്ള പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥനകളും നടത്തുന്നത് കുണ്ട്രയ്ക്കടുത്ത്, അതായത് കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിലെ കുണ്ട്രയ്ക്കടുത്ത് മുക്കടയിൽ വിശുദ്ധൻ്റെ നാമധേയത്തിൽ ചെയ്യുന്ന കുരിശടിയിലാണ്. അവിടെ ഉള്ളവർ ആ കുരിശടിയെ വിളിക്കുന്നത് മുക്കട കുരിശടി എന്നാണ്. അവിടെ എല്ലാ വർഷവും ജൂൺ മാസം വലിയ തിരുനാളായിട്ട് ആഘോഷിക്കുന്നുണ്ട്. 1195 ജനിച്ച് 1231 മരിച്ച വിശുദ്ധ അന്തോനീസ്, പാതുവായിലെ വിശുദ്ധ അന്തോനീസ് എല്ലാവർക്കും ഒരു മധ്യസ്ഥനാണ്. പണ്ട് മുതലേ വിശുദ്ധ അന്തോനീസിൻ്റെ മധ്യസ്ഥം ഈ ലോകം മുഴുവനും എല്ലാവരും വിശുദ്ധ അന്തോനീസിനെ വണങ്ങാത്തവരായിട്ട് ആരുമില്ല. ജീവിതകാലത്ത് തന്നെ വിശുദ്ധൻ അത്ഭുത പ്രവർത്തകൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതിനാൽ തന്നെ മരിച്ച് 1 വർഷം തികയുന്നതിന് മുമ്പേ അന്തോനീസ് വിശുദ്ധ പദവിയിലേക്ക് നടന്നു കയറി. വിശുദ്ധ അന്തോനീസ് നാമധേയത്തിൽ ഒട്ടനേകം കുരിശടികളും ദേവാലയങ്ങളും നമ്മുടെ ഈ കേരളത്തിലുണ്ട്. അതിലൊരു ദേവാലയമാണ് കാനിരക്കോട് ദേവാലയം. ഈ ദേവാലയത്തിൽ വരുന്നവർക്ക് എല്ലാവർക്കും അന്തോനീസ് പുണ്യാളൻ്റെ അനുഗ്രഹം ഏവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മളിപ്പോൾ പള്ളിക്കാരുടെ സെഗ്മെൻറ്റ് 2 കാനിരോട് ദേവാലയത്തിൽ വന്നു. ഇപ്പോൾ കാനിരോട് ദേവാലയത്തിൻ്റെ വിശേഷണങ്ങളും വിശുദ്ധൻ്റെ പ്രത്യേകതയായ രൂപത്തെ പറ്റി നമ്മളെല്ലാം ഇപ്പോൾ അറിഞ്ഞു. ഇനിയിപ്പം നമ്മൾ അടുത്തൊരു ദേവാലയമായിട്ട് വീണ്ടും കാണാം. പള്ളിക്കാരൻ്റെ മറ്റൊരു എപ്പിസോഡ് ഇനിയും അപ്ലോഡ് ചെയ്യാനാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു കാര്യം വിട്ടുപോയി, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്, കേട്ടല്ലോ? ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.